ഹായ് ഫ്രണ്ട്സ്, ഒരു 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നമുക്കൊരു 2 മിനിറ്റിനുള്ളിൽ കണ്ടാലോ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്ത് അരിയിട്ട് ഒരു 3/4 ഭാഗം വേവാകുമ്പോൾ വാങ്ങി വയ്ക്കുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണ്. ഒട്ടുമിക്ക ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ അരി ഊറ്റി വെച്ചിട്ടുണ്ട്. നല്ലപോലെ വെള്ളം വാർന്നു പോയതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ പരത്തി വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് അരി ഒട്ടിപ്പിടിക്കുകയോ കട്ട പിടിക്കുകയോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് 1 മണിക്കൂറിന് ശേഷമൊക്കെ ആണെങ്കിലും അരി അതുപോലെ തന്നെ നോക്കും. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് വല്ലാണ്ട് മൂപ്പിക്കാതെ ഉടൻ തന്നെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ബീൻസും ക്യാരറ്റും മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജോ ക്യാപ്സിക്കോ അങ്ങനെ എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം കേട്ടോ. വെളുത്തുള്ളി അധികം മൂത്ത് പോയി അതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ വെളുത്തുള്ളി അധികം മൂപ്പിക്കാതെ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ. ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ നമ്മളിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് മുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് ചെറിയ ചെറിയ പീസാക്കിയിട്ടുള്ളത് അങ്ങനെയൊക്കെ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചോറ് ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ വെജിറ്റബിൾസൊക്കെ എല്ലാ ഭാഗത്തുമായി ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ആവുന്നവരെ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിന് കുരുമുളക് പൊടിയും പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ സോയ സോസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടീസ്പൂൺ അല്ല കേട്ടോ, ടേബിൾ സ്പൂണാണ്, സോറി. സോയ സോസിൻ്റെ അളവ് നിങ്ങൾ എടുക്കുന്ന അരിയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 200 ഗ്രാം അരിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് മുട്ട പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മുട്ടയിൽ ഞാൻ ഉപ്പും കുരുമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാനിപ്പോൾ കുറച്ച് റൈസ് മാറ്റി വെച്ചിട്ടാണ് മുട്ട ചേർത്ത് കൊടുത്തത്. വേറെ നല്ല അമ്മ വെജിറ്റേറിയൻ ആണ്, അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചത്. അപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെജിറ്റബിൾസ് ഒന്ന് സോൾട്ട് ചെയ്തെടുത്ത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മുട്ട വേറൊരു പാത്രത്തിലിട്ട് പൊരിച്ചതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസ്. വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.